ഹായ് ഗായ്സ്, അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ഞങ്ങളുടെ വേളാങ്കണ്ണിയിലെ രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ മോർണിംഗ് സ്റ്റാർ പള്ളിയിൽ 9 മണിയുടെ മലയാളം കുർബാനയ്ക്ക് വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞങ്ങൾ 9 മണിയാവാൻ 5 മിനിറ്റ് ഉള്ളപ്പോഴാണ് ഈ കുർബാനയ്ക്ക് പോണത്. അപ്പോൾ ഇത്തിരി നടക്കാനുണ്ടല്ലോ, കുറേ ഒന്നും നടക്കാനില്ല കേട്ടോ, 2 അടി വെച്ചാൽ മതി. അപ്പോൾ ഞങ്ങൾ പോവാണ്. അപ്പോൾ സൈഡിൽ കൂടെ ഒരു കുരങ്ങനെ ഞാൻ കണ്ടായിരുന്നു. പേടിച്ചിട്ടൊക്കെയാണ് സൈഡിൽ കൂടെ പോയത്. അമ്മച്ചി അപ്പച്ചനും വേഗം നടന്നു. കാരണം ഞങ്ങൾക്ക് വേളാങ്കണ്ണി വന്നിട്ട് നമ്മൾ മുഴുവൻ കുർബാന കാണാണ്ട് പോകുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ടിൽ അപ്പച്ചനും അമ്മച്ചിയും ഞാനും ജെറിഞ്ചാനും പിന്നെ നിതേച്ചും ജെറിഞ്ചാനൊക്കെ ആയിട്ട് പുറകിൽ പോകുന്നുണ്ട്, പിള്ളേരൊക്കെ ആയിട്ട്. അവർ അമ്മച്ചിയുടെ കയ്യിൽ ലൂതറിന് എടുക്കാനുള്ള ബാഗാണ്. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഓരോരുത്തരുടെ കയ്യിലും ബാഗുകളൊക്കെ ഉണ്ട്. വെള്ളമൊക്കെ ആവശ്യമുള്ളൂ, നല്ല വെയിലും ചൂടൊക്കെയാണ്. ഇനി കുർബാന കണ്ടതിന് ശേഷം ഞങ്ങൾ പള്ളിയുടെ ഫ്രണ്ടിൽ ഒരു തണലത്ത് ചെന്നിരിക്കുകയാണ്. കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് നമ്മൾ ഇന്നലെ മുട്ട് തെളിഞ്ഞ ക്ഷീണത്തിൽ നമ്മൾ വേറെ എവിടേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്ന് പള്ളിയുടെ പുറകിൽ ചെന്ന് കടലും ഒക്കെ ഒന്ന് കണ്ട് പോകാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ തമ്പുരാൻ്റെ രൂപം കണ്ടപ്പോൾ യോഹാന് പേടിയാവണമെന്ന് പറയുമായിരുന്നു. പക്ഷെ അമ്മച്ചി പറയുക തമ്പാച്ചിയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കണേ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ ചുറ്റി കറങ്ങിയതിന് ശേഷം ഫ്രണ്ടിലേക്ക് എത്തി. ഇനി ഞങ്ങൾ നെക്സ്റ്റ് കടലിലേക്ക് നടക്കണ്ടേ, കുറേ ദൂരം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ സംസാരിച്ച് നിൽക്കണതാണ് എനിക്ക് കാണണത്. അന്നേരം ഞങ്ങൾ ഒട്ടും സമയം കളയാണ്ട് തന്നെ എല്ലാവരും ഓരോരുത്തരും ഓരോ കുട്ടികളെ എടുത്തിട്ട് ഓടണ്. യോഹാനൊക്കെ കുറച്ച് നടന്നു കഴിഞ്ഞതിന് ശേഷം ആൾക്ക് കാല് കഴിക്കണമെന്ന് പറഞ്ഞ് ഭയങ്കര ടയേർഡായിരുന്നു. അപ്പോൾ അടുത്ത പള്ളിയിൽ ചെന്ന് ഞങ്ങളുടെ നേർച്ചയൊക്കെ ഇട്ട് പള്ളിയുടെ ബാക്കിൽ കൂടെ ഞങ്ങൾ കടലിൽ കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇപ്പാപ്പ യോഹാനെ തോളത്തിരുത്തി. കാരണം അവിടെ നിറച്ചും ഈ ടോയ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ, കുട്ടികളല്ലേ. അപ്പോൾ ഇവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോയ്സ് കണ്ടു കഴിഞ്ഞവൻ ഞങ്ങളെയൊക്കെ മറന്നു ഓടുവൻ. അപ്പോൾ ഞങ്ങൾ അവനെടുത്തേക്കണ കാരണം പിന്നെ അവനെ ഓടാനൊന്നും പറ്റില്ലല്ലോ. അവൻ എന്നാലും പറയായിരുന്നു ഇപ്പം ഇറക്കി വിടും ഇപ്പം എന്നൊക്കെ. പക്ഷെ നമ്മൾ സമ്മതിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അവന് അത്യാവശ്യം ടോയ്സ് ഉണ്ട് കേട്ടോ. ടോയ്സ് മേടിച്ച് കഴിഞ്ഞാൽ തന്നെ ആൾ പിന്നെ വീട്ടിൽ വന്നാൽ അധികം കളിക്കൊന്നുമില്ല അത്. അപ്പോൾ പിന്നെ ഉള്ള ടോയ്സ് തന്നെ കുറേ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കടൽ കാണാൻ ചെന്നു. കുറച്ച് നേരം കടലൊക്കെ ഉണ്ട്. അവിടെ ചെന്നപ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടെ നിന്നൊരു നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങൾ കുറച്ച് നേരം കടലൊക്കെ കണ്ടതിന് ശേഷം നെക്സ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമല്ലോ, ഇത്ര നേരമായല്ലോ എന്ന് വിചാരിച്ചൊരു 10 മണി 9 മണിയുടെ കുർബാന കഴിഞ്ഞ് ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ആദ്യം ഒരു ഹോട്ടലിൽ കയറിയപ്പോൾ അവിടെ കൈ കഴുകണോടത്തൊരു ബാഡ് സ്മെല്ലുണ്ടായാലും ഞങ്ങൾ ഹോട്ടൽ പ്രകാശിൽ കയറി. അവിടെ ചെന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് എല്ലാവരും പൂരിയാട്ടോ കഴിച്ചേ. ഇത്ര ദിവസം ഇന്നലെ മസാല ദോശയായിരുന്നു വെച്ചപ്പോൾ ഇന്ന് പൂരി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. യോഹാൻ നെയ് റോസ്റ്റ് കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ റൂം വെക്കറ്റ് ചെയ്ത് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. റൂം വെക്കറ്റ് ചെയ്തപ്പോൾ തന്നെ 12 മറ്റോ ആയി. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോയി. ഒരു 2 മണിയോടുകൂടി ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിക്കാനായിട്ട് ഇന്നലെ കയറിയ അതേ ഹോട്ടലിൽ തന്നെ ഞങ്ങൾ ഇന്ന് കയറാണ്. അപ്പം അവിടെ നിന്ന് നല്ല ഫുഡാലോ കിട്ടിയത്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇന്ന് അവിടെ നിന്ന് തന്നെ കഴിക്കാമെന്ന്. അപ്പോഴാണ് അതിൻ്റെ സൈഡിൽ വെണ്ടയ്ക്കത്തോട്ടം കണ്ടായിരുന്നു. ഞങ്ങൾ കണ്ട വെണ്ടയ്ക്കത്തോട്ടമാണിത്. കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. വെണ്ടയ്ക്ക കുറേയൊക്കെ ഉണ്ടായിട്ടുമുണ്ട്, പിന്നെ പൂവിട്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് വീഡിയോ പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെണ്ടയ്ക്ക കൃഷി നല്ല രീതിയിൽ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇന്നലെ കണ്ടിരുന്നു, പക്ഷെ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് കണ്ടപ്പോൾ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ചെന്ന് വീഡിയോ ഒക്കെ എടുത്ത് കണ്ടോ, നല്ല രീതിയിൽ പൂവൊക്കെ ഇട്ടിട്ടുണ്ട്, നല്ല ഭംഗിയിൽ കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നല്ലോണം വെയിലും വെള്ളമൊക്കെ കിട്ടുന്നുണ്ടല്ലോ. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അപ്പാപ്പനും മക്കളും ഊഞ്ഞാലാടാനിരിക്കണതാണ്. ഞങ്ങളവിടുന്ന് ബട്ടർ നാനാണ് കഴിച്ചത്. ബട്ടർ നാനും ബട്ടർ ചിക്കനുമാണ് കഴിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും യാത്രയ്ക്ക് കയറിയിരുന്നു. നല്ല ഭംഗിയുണ്ട് കേട്ടോ. തമിഴ്നാട് കാണാനിപ്പോൾ നല്ല ഭംഗിയാണ്. ഇപ്പോഴെന്നല്ല, പണ്ടും ഭംഗിയുണ്ടായി. പക്ഷേ ഇങ്ങനെ മരങ്ങളൊക്കെ കുറവായിരുന്നു. ഞങ്ങൾ യാത്ര ചെയ്തിരുന്ന റൂട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ.
സ്ഥലത്തിൻ്റെ ഇടയിൽ ഞങ്ങളുടെ കണ്ണിൽ പെട്ടൊരു സ്ഥലമാണ് കേട്ടോ ഇത്. ഇത് നല്ല ഭംഗിയുള്ളൊരുപാട് എന്താ പറയുക, നമുക്ക് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇവിടേക്ക് കയറാണ്ട് പോകാനായിട്ട് തോന്നില്ല, അത്രയും ആകർഷിക്കുന്ന ഒരു സ്ഥലം. എന്താണെന്നൊന്നും അറിഞ്ഞുകൂടാ, നല്ലൊരു പ്രകൃതി ഭംഗിയുള്ളൊരു സ്ഥലം. ഇങ്ങനത്തെ സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ ഈ കാറ്റും ഇവിടെ നട്ടിരിക്കുന്ന ഓരോ ഇതും നമുക്ക് എന്താ പറയുക, അതിൻ്റെ ഭംഗി ആസ്വദിക്കാണ്ട് പോകാൻ തോന്നില്ലേ. ഒരുപാട് പേര് ഇവിടെ വന്ന്, ഒരു ടൂറിസ്റ്റ് സ്ഥലം എന്നല്ല, പക്ഷെ അവർ കൃഷി ചെയ്ത സ്ഥലം കാണാനായിട്ട് കുറച്ച് കാറുകൾ അവിടെ വന്ന് നിർത്തി കണ്ടിട്ട് പോയിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ ഇറങ്ങി കുറച്ച് നേരം അവിടെയൊക്കെ ഒന്ന് ചിലവഴിച്ച് കാറ്റൊക്കെ കൊണ്ട് നമ്മുടെ മൈൻഡ് തന്നെ ഒരു റീഫ്രഷിങ് ആയി തോന്നും. അപ്പം എല്ലാവരും കൂടി ഇതേ കണ്ടോ, കുഞ്ഞു കുളവും എന്താ പറയുക, ഒരു ഇത്തിരി തോടും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ആസ്വദിച്ചതിന് ശേഷം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഫാമിലി ആയിട്ട് അവിടെ എൻജോയ് ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വണ്ടിയിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ അവിടെ ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, കാണണ്ടെന്നൊന്നല്ല, അവിടെ കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാമ്പ് വരുമെന്ന് പറഞ്ഞു. ഞങ്ങൾ തിരിച്ചു. പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബേക്കറിയിൽ കയറി. ഇവിടെ കയറിയിട്ട് ഞങ്ങളൊരു ചായയും, എല്ലാവരും വെജ് പപ്സാണ് കഴിച്ചത്. അപ്പം പിന്നെ നമുക്ക് കാറിലിരുന്ന് എന്തെങ്കിലും കഴിക്കേണ്ടത് കരുതി ഇവിടെ എന്താ പറയുക, ഒരുപാട് സാധനങ്ങളുണ്ട്. കൂടുതലും ഈ മധുരമുള്ള ഐറ്റംസാണ്, എന്താ പറയുക, കേക്കും അങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസാണ്. യോനിന് എപ്പോഴും മിഠായിയുടെ ഭാഗത്തേക്കാണ് കൈപോയത്. ഞങ്ങൾ അവിടെ നിന്ന് കയറി വീണ്ടും യാത്ര തുടങ്ങി. ഇരുട്ടായിട്ടോ. ഇപ്പോൾ ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടായി ഞങ്ങൾ ചായ കുടിക്കാൻ കയറിയപ്പോൾ. ഇരുട്ടി. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ഞങ്ങൾ എന്നിട്ട് ഐസ ഹോട്ടലിൽ കയറിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചു. പൊറോട്ടയും ചിക്കൻ കറിയും ബീഫ് റോസ്റ്റുമാണ് കഴിച്ചത്. ഞങ്ങളുടെ വളരെ നല്ലൊരു ട്രിപ്പായിരുന്നു അത്. ഞാൻ കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് ഇതിൻ്റെ അടിയിൽ ചേർക്കാനും മറക്കരുത്. താങ്ക് യു.